അപ്പൊ എന്നിരുന്നാലും പണി എന്ന സിനിമയിലെ പണി സിനിമ ഉണ്ടല്ലോ അല്ലേ? ആ സിനിമയിലെ തന്നെ രണ്ട് ക്യാരക്ടേഴ്സ് നമുക്കേറെ ഉള്ളിൽ വരുന്നതാണ്. ഡെയ്ലി, അതുപോലെ തന്നെ അവർ തൃശ്ശൂർകാരൻ അഭിനയിച്ച അതുവരെന്തായിരുന്നു സാദൃശ്യം അല്ലേ? അതിലെ ദേവിയുടെ ശബ്ദം ഞാൻ സാധിച്ചു. കണ്ട പണി കണ്ടില്ലേ അല്ലേ? കണ്ടില്ല കണ്ട ദേവി എന്ന് പറയുന്ന അതിലെ നമ്മുടെ ഇവൻ കൊല്ലുന്ന ക്യാരക്ടർ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിച്ചേക്കുന്നതാണ് എൻ്റെ അറിയില്ല. ഇത്രയും വലിയൊരു കഥാപാത്രം ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പറയുന്നത് ഇവിടെ എന്നെയൊക്കെ നടക്കുന്ന എൻ്റെ കയ്യില്ല. എന്നെ കൊട്ടേഷനാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് നടന്നിരിക്കട്ടെ. അറിയാൻ പാടില്ലാത്ത പണി ചെയ്ത് പോകുന്നു. 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇമാതിരി വണ്ടി കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നത് വരരുത്. മനസ്സിലായില്ല? ഞാൻ മോനെ നിന്നെയും പൊക്കും നിന്റെ കൂടെയുള്ള എല്ലാത്തിനെയും തീർന്നു. ഇത് പറയുന്നേ ദേവിയാണ്. ഓർമ്മ വെച്ചോ. മരപ്പന ഒന്നുകിൽ നടന്നു അല്ലെങ്കിൽ എവിടത്തെ സുനീനൊക്കെ നടത്തി പേടിച്ച നീ ആരാ ഡോണ? ഞാനടാ ഡോൺ സുഭാഷ്. ഞാൻ ബാബയുടെ അമ്മയ്ക്ക് ഏത് നടന്ന ശബ്ദം കേൾക്കാൻ ഇഷ്ടം? ഓലാരും മമ്മൂട്ടി പറയട്ടെ പറ. പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിർത്തും. കലാഭവനിയാണ് മണിച്ചേട്ടൻ. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് കൂടെ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വേദികൾ ഒരുമിച്ച് ഞാനൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ബലമാണ്. കലാഭവൻ എന്നുള്ള പേര് ഞാൻ തൃശ്ശൂർ സതീഷ് അറിയപ്പെട്ടത്. കലാഭവൻ എന്നുള്ള പേര് ഇടണമെന്ന് ആഗ്രഹിച്ചത് മണിച്ചേട്ടൻ്റെ പേര് അതുകൊണ്ട് കലാഭവൻ മണി എന്നുള്ള ആളുടെ പേരുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ പോയി ഇന്റർവ്യൂ ചെയ്ത് പിന്നെ ആദ്യം വിസിറ്റ് ചെയ്ത് രണ്ടാമത് ഒരു 7 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ അതിന്റെ മുന്നിൽ പോയിട്ട് ഈ ആഴ്ചിട്ടാണ് കലാഭവൻ ഒരു 3 വർഷം കഴിച്ചത്. അപ്പോ മണിച്ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആരാരുമാവാത്ത കാലത്ത് ഞാനെന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടവണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ നടുവ് തളർത്തിയ ഒരോട്ടവണ്ടി. എന്റെ നിറമ്പ് കറുത്തൊരു പാന്റ് മുഷിഞ്ഞ ചുബയലക്കി ഓട്ടോനിടിക്കിയിൽ വെക്കുന്നതോർത്തു ഞാൻ ഇന്ന് കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിന് മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുന്നില്ല. ചേട്ടൻ ഡയലോഗ് പറയണത് കൊച്ചൊക്കെ ഇറങ്ങും കേട്ടോ. അളവും തെറ്റിച്ച് സമയം വിളിക്കാൻ എന്റെ കാര്യങ്ങളൊക്കെ തെറ്റെന്നറിയാലോ. ഇതിലഭിനയിച്ച നമ്മൾ അന്തരിച്ച പ്രിയപ്പെട്ട മേഘനാഥൻ ചേട്ടൻ മണിച്ചേട്ടൻ്റെ അന്ധനായ ആ സിനിമയിൽ ഈ പുളിയങ്കടലിലാണ് അദ്ദേഹത്തിൻ്റെ വില്ലൻ ബ്രേക്ക് ചെയ്യുന്നത്. അദ്ദേഹം ആ 2 സിനിമയിലും ഡയലോഗുകൾ ഞാനത് പുറത്ത് വെക്കുന്നത് അദ്ദേഹത്തിനോട് പ്രണാമം അറിയിപ്പിക്കുമ്പോൾ പോലും നമുക്ക് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞാൻ ഇവിടെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. കാശൊക്കെ മര്യാദയ്ക്ക് തെറ്റിട്ടവര് നല്ല കഴുതരാക്കിയിട്ടുണ്ട് തരണമെന്നല്ല ആൾക്കാർ കാശ് കണ്ണ് പൊട്ടനാലോ എന്ന് കരുതി തരതാ. എന്താണ് ഈ കിടന്ന് പോകണേ? നിന്റെ ആരെങ്കിലും ചത്തോ? ഉദ്യോഗക്കാരി ഉണ്ടല്ലോ, ഉദ്യോഗക്കാരി. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം. അയ്യോ ബിന്ദു എന്ത് മലമറക്കണ പണിയാടി നിനക്ക് അവിടെ. അയ്യേ ചിരിക്കണ ചിരിക്കണ്ട അമ്മാവ കാണണം കണ്ടു എന്തായാലും അയ്യേ. നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള നായികമാരെ വയസ്സ് കുറയുന്നില്ല.
ഞാൻ ചെയ്യാറുണ്ട്, പണ്ടെപ്പോഴൊക്കെ ചെയ്ത എനിക്ക് ഓർമ്മയില്ല. ഇത് ഭയങ്കര ശബ്ദം കറക്റ്റൊന്നുമില്ല. ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? എടാ സുരേഷ്, എത്ര നാളായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ആർക്കും എന്നോടൊരു സ്നേഹമില്ല. എടാ മാധവ, എത്ര നാളായി എന്നോടൊരു കുരുളി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിനക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടായിരിക്കുന്നു. അപ്പോ ജയരാജ് പാടുണ്ടോ? അല്ല അതല്ല നമുക്ക് ഇവിടെ ഒരു ഇത് പറയാൻ ഞാനൊക്കെ കുറച്ച് പേരുടെ കുറേശ്ശെ ചെയ്യും. ഞാനും ജയ്പാർദിയുമുള്ളപ്പോൾ ആ ഒരു വസന്തകാലഘട്ടമായിരുന്നു. മഹേഷ്